മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളിലൂടെയാണ് ദൈവം അധികമായി നമ്മോട് സംസാരിക്കുന്നത്. തിരുവചനങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ആ സ്നേഹത്തിൻ്റെ അത്ഭുത ശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടവരാണ്. അതിനായി എന്നും വചനം വായിക്കുകയും ധ്യാനിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഇന്ന് നമുക്കായി തിരുവചനങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിലെ ബഹുമാനപ്പെട്ട ബിജു കൂലനച്ചനാണ്. നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിലേക്ക് വിട്ടുകൊടുക്കാം. ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഹെബ്രായക്കാരെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമാണ്. നാം എന്തൊക്കെ കാര്യങ്ങൾ കേട്ട് ദൈവത്തോടടുക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു സാധ്യത എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നും അതുകൊണ്ട് അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഹെബ്രായക്കാരെ ഓർമ്മിപ്പിക്കുന്നതിന് അവരുടെ ചരിത്രം അല്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ഹെബ്രായർ അവർ യഹൂദരായിരുന്നു. യഹൂദ മതത്തിൽ വിശ്വസിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അവർ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് യേശുവിൻ്റെ കൃപയിലേക്കും സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വരുന്നത്. ഏറെ വെല്ലുവിളികൾ സ്വീകരിച്ച് ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ യേശുവിലേക്ക് കടന്നു വന്നത്, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ കടന്നു വന്നപ്പോൾ, പല വിധത്തിൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ, അവരിൽ പലരും അവർ കടന്നു വന്ന പഴയ യഹൂദ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. കുറേ ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നവരായി തുടർന്നെങ്കിലും അവർ അധികം ഉണർവില്ലാതെ, അഭിഷേകമില്ലാതെ ജീവിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുനാളിൽ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അധ്യാപകരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട വൈദികരിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൽ നിന്നും ആത്മീയ പിതാക്കന്മാരിൽ നിന്നും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെ പുറകിലുള്ളത്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ താഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാനും ദൈവാനുഭവത്തിൽ നിന്ന് അകന്നു പോകാനും ഒരുപക്ഷെ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ കേട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഉറച്ചു നിൽക്കുന്നതിന് ആവശ്യമാണ്. ഒരിക്കൽ
ഒരു പത്രത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു ചിന്താവിഷയത്തിൽ എഴുതിയിരിക്കുന്ന ഒരാശയം വളരെയധികം എന്നെ സ്പർശിക്കുകയുണ്ടായി. കാരണം ജീവിതത്തിൽ ശ്രദ്ധയില്ലാതെ വന്നാൽ നമുക്ക് സംഭവിക്കാനിടയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ശ്രദ്ധയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മനോഹരമായിട്ട് അവിടെ എഴുതിയിരുന്നത്. അതിൽ ആ ചിന്താവിഷയത്തിൽ ഒരു സംഭവം കുറിച്ചു വച്ചിരിക്കുന്നത് ഏകദേശം ഇങ്ങനെയായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്ന ദിവസമാണ്. അന്നങ്ങനെ ഈ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവർക്ക് ക്ലാസ് എടുക്കാനായി ആദ്യ ദിവസം ഒരു അനാട്ടമി പ്രൊഫസർ കടന്നു വന്നു. അദ്ദേഹം ഈ കുട്ടികളെയെല്ലാം അവരോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം അവരെ ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അനാട്ടമി പ്രൊഫസർ ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു വലിയ ടേബിൾ, ഒരു സർജിക്കൽ ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു ചത്ത പട്ടിയുടെ ശരീരം കിടത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും അതിന് ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ആ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന 2 കാര്യം ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒന്നാമത്തെ ഗുണം ഇതാണ്: മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ഒരു കാര്യത്തിനും നമുക്ക് അറപ്പോ വെറുപ്പോ പാടില്ല. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ഒരു കാര്യത്തിനും നമുക്ക് അറപ്പോ വെറുപ്പോ പാടില്ല. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ മേശപ്പുറത്ത് കിടന്നിരുന്ന ആ ചത്ത പട്ടിയുടെ വായിൽ വിരലിട്ട് അദ്ദേഹം തൻ്റെ വായിൽ വിരൽ വെച്ച് രുചിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ കൂടിയിരുന്ന കുട്ടികളെല്ലാവരും, മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ദിവസമാണ്, അവരെല്ലാം വളരെ അറപ്പോടുകൂടെ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹം ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഏറെ അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടുള്ള ദിവസം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടികളെല്ലാവരും വളരെ അറച്ചറച്ച് നിന്നു. എങ്കിലും തങ്ങളുടെ പ്രൊഫസർ ആവശ്യപ്പെട്ട കാര്യമല്ലേ എന്ന് കരുതി 1-2 ആൺകുട്ടികൾ ധൈര്യം സംഭരിച്ച് മുമ്പോട്ട് വന്നു. അവർ അങ്ങനെ ആ ചത്തപ്പട്ടിയുടെ വായിൽ വിരൽ വെച്ച് അവരുടെ വായിൽ വെച്ച് രുചിച്ചു നോക്കി. അവർക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്തോ നല്ല രുചി കിട്ടി കാണും. പക്ഷേ അങ്ങനെ അവർ ചെയ്തു. അതിനുശേഷം ഓരോ ആൺകുട്ടികളായി വന്നു, അത് തീർന്നു. അതിനുശേഷം പെൺകുട്ടികളും ധൈര്യമൊക്കെ സംഭരിച്ച് വന്നു, അവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കുട്ടികളെല്ലാം ഒരു വലിയ ആശ്വാസം നിൽക്കുകയാണ്. ഈ സാർ ഇനി രണ്ടാമതായിട്ട് എന്താണോ പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. രണ്ടാമതായിട്ട് ഈ സാർ എല്ലാ കുട്ടികളും ഈ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട 2ാമത്തെ പ്രധാനപ്പെട്ട ഗുണം ഇതാണ്: ഒരു ഡോക്ടർ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹം ആ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഈ പട്ടിയുടെ വായിൽ വിരലിട്ടപ്പോൾ എൻ്റെ നടുവിരലാണ് പട്ടിയുടെ വായിലിട്ടത്, എൻ്റെ വായിൽ വച്ചത് ചൂണ്ടുവിരലായിരുന്നു. അത് കേട്ടപ്പോൾ ആ കുട്ടികളെല്ലാവരും തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഓർത്ത് അവർ ചിരിച്ചുപോയി. അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, സ്നേഹമുള്ള കുട്ടികളെ, ഒരു ഡോക്ടർക്ക് ശ്രദ്ധക്കുറവുണ്ടായാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു. ഇതുപോലെ ഒരു ഡോക്ടർക്ക് അബദ്ധം സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക്, ഡോക്ടറാകട്ടെ നേഴ്സാകട്ടെ, അവർക്ക് അബദ്ധം സംഭവിച്ചാൽ ജീവൻ അപകടത്തിലാകും. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ഈ ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നേഴ്സസിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ തൻ്റെ ആ കുട്ടികളോട് വളരെ തന്മയത്വത്തോടുകൂടെ ഒരു വലിയൊരു രഹസ്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു ഡോക്ടർക്ക് ഒരിക്കലും ശ്രദ്ധക്കുറവുണ്ടാകരുത്. ശ്രദ്ധക്കുറവുണ്ടായാൽ അപകടങ്ങൾ സംഭവിക്കും, ഒത്തിരിയേറെ വലിയ തകർച്ചകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിതൊരിക്കലും മറക്കരുത് ഈ 2 കാര്യങ്ങൾ. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും മറക്കത്തില്ല. സ്നേഹമുള്ളവരെ, അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടെ തൻ്റെ കുട്ടികൾക്ക് ഒരു ഡോക്ടർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ശ്രദ്ധക്കുറവുണ്ടാകുമ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. പലവിധത്തിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഓരോ തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ചില വ്യക്തികളെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്.
അവർ രാത്രികാലം മുഴുവനും വാഹനം ഓടിച്ചു. പക്ഷേ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒക്കെ ഒന്ന് മയങ്ങിപ്പോയി. അതിൻ്റെ പേരിൽ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഒക്കെ സംഭവിച്ച വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധക്കുറവ് അപകടങ്ങളിലേക്ക് നയിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: ഭൗതിക ജീവിതത്തിലെ ശ്രദ്ധക്കുറവ് എങ്ങനെയാണോ ജീവിതത്തിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്, ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലെ ശ്രദ്ധക്കുറവ് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഹെബ്രായക്കാരിങ്ങനെ ഉപദേശിക്കുന്നത്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവയിൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നഴ്സസായ നിങ്ങളിൽ പലരും ഒത്തിരിയേറെ കാര്യങ്ങൾ ആത്മീയമായി കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ നിന്ന്, ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന്, ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ശുശ്രൂഷ മേഖലകളിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ കുറേ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ, ഒരുപക്ഷേ നമ്മൾ ജോലിയിൽ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ, വളർച്ചയിലേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ മറന്നു പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഒരു വ്യക്തി കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, ദൈവത്തിൽ സന്തോഷിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലേക്കും പല പോരായ്മകളിലേക്കും നമ്മുടെ ജീവിതം കടന്നു പോകുവാൻ ഇടവരികയും ചെയ്യും. 37-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരുവാൻ ദൈവം തരുന്ന വാഗ്ദാനം ഇതാണ്: നീ കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക. എപ്പോഴും കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക. കേൾക്കുമ്പോൾ നമ്മൾക്ക് വളരെ എളുപ്പമാണ് എന്ന് തോന്നിയാലും അതെത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു വ്യക്തി ലോകത്തിലാണ് കൂടുതൽ ആനന്ദിക്കുന്നതെങ്കിൽ, ഒരു വ്യക്തി കൂടുതൽ ശരീരത്തിലാണ് ആനന്ദിക്കുന്നതെങ്കിൽ, ആ വ്യക്തിക്ക് കർത്താവിൽ ആനന്ദിക്കുക എളുപ്പമല്ല. അപ്പോൾ എപ്പോഴും ഈ ലോകത്തിലുള്ള തിന്മയുടെ ആത്മാവ് ലോകത്തിലുള്ള ആനന്ദങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ആനന്ദങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുവാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലരും ആത്മീയമായ ഉണർവിലേക്ക്, അഭിഷേകത്തിലേക്കൊക്കെ കടന്നു വന്നതിന് ശേഷം കർത്താവിൽ ആനന്ദിക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണു പോകാനും ശരീരത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് പലരും വീണു പോകുന്നതിൻ്റെയും അടിസ്ഥാന കാരണം അതാണ്. കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുന്നത് ലോകത്തിൽ അമിതമായ ആനന്ദങ്ങളിലേക്ക് പോകാത്തവർക്കാണ്. ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു യുവാവ് ധ്യാനത്തിന് പങ്കെടുക്കാൻ വന്നു. അതിനുശേഷം ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ദിവസം തന്നെ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. ഇവിടുത്തെ ഈ വചനവും ഇവിടുത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പും ഈ സ്തുതിപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛാ, എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു, മോൻ എന്തിനാ പിന്നെ വന്നത്? അപ്പോൾ ആ യുവാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ മെഡിക്കൽ വിഭാഗത്തിൽ തന്നെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, പിന്നെ എന്താ മോൻ വന്നത്? അപ്പോൾ പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ പരീക്ഷയിൽ എനിക്ക് ഏതാനും പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അതിനുശേഷം വളരെയധികം ഡെസ്പായി. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിക്കുക, അപ്പോൾ നിനക്ക് ഒരു ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, കർത്താവ് നിനക്ക് വിജയം നൽകും. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ ഒത്തുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ യുവാവിനോട് സംസാരിച്ചു കുറച്ച് നേരം. അപ്പോൾ അവൻ്റെ ചില കാര്യങ്ങൾ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലാണ് ജീവിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ നല്ല പഠിക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊന്നിനും കോൺസെൻട്രേഷൻ ഇല്ല, ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ശ്രദ്ധിക്കാൻ പറ്റാത്ത? MBBSന് അഡ്മിഷനൊക്കെ കിട്ടിയ ഒരു കുട്ടി എന്ന നിലയിൽ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ്, പിന്നെ എന്താ നിനക്ക് സംഭവിച്ചത്? അവൾ പറഞ്ഞു, വെച്ചാൽ ഞാൻ സുഹൃത്തുക്കളുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ട്
സാവധാനം മോശമായ ചിത്രങ്ങളിലേക്ക്, വീഡിയോകളിലേക്ക്, അതുപോലുള്ള ഫിലിമിലേക്ക്, അത് തുടർന്ന് മദ്യത്തിലേക്കൊക്കെ പോയി. അങ്ങനെ ഞാൻ ശരീരത്തിലും ലോകത്തിലും ആനന്ദിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി. എപ്പോൾ ചിന്തിക്കാനും എന്ത് കാര്യത്തിനിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, മോനെ, നിനക്ക് ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെയും കർത്താവിൽ ആനന്ദിക്കാൻ പറ്റാത്തതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് നിൻ്റെ പരീക്ഷയിൽ നിനക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതും നിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഒരു 2 ദിവസം കുമ്പസാരം തീരുന്നവരിവിടെ നിൽക്കുക. അതിനുശേഷം നിനക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വരിക, അച്ഛൻ തന്നെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അവനത് സമ്മതിച്ചു. അങ്ങനെ അവൻ ധ്യാനത്തിൽ സംബന്ധിച്ച് പിന്നെ ഈ കുമ്പസാര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ യുവാവിനെ കണ്ടില്ല. എന്നാൽ പിന്നീട് ഈ യുവാവ് ധ്യാനത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ സൗഖ്യം കിട്ടി, വലിയ സന്തോഷം തോന്നുന്നു ഇവിടെ ആയിരിക്കുന്നതിൽ. അച്ഛാ, വലിയ ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. അച്ഛാ, ഒരാഴ്ച കൂടെ നിന്ന് ധ്യാനം കൂടാൻ എന്നെ അനുവദിക്കണം. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാൻ ആ യുവാവിന് ഒരാഴ്ച കൂടെ ധ്യാനം കൂടാൻ അവിടെ അനുവദിച്ചു. വലിയ അഭിഷേകത്തോടും കൃപയോടും കൂടെ ആ യുവാവ് പിന്നീട് ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സത്യം. കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ലോകത്തിലും ശരീരത്തിലും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളിലും ദുശീലങ്ങളിലും ഒക്കെ അമിതമായി ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കർത്താവിൽ ആനന്ദിക്കുക എളുപ്പമല്ല. അപ്പോൾ എൻ്റെ ആനന്ദം എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കർത്താവിൽ ആനന്ദിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ലോകത്തിൽ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക്, ശരീരത്തിൽ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് വഴുതി വീണിട്ടുണ്ടോ? കേട്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ അകന്നുപോയി ഇന്ന് എൻ്റെ ആനന്ദം കർത്താവാണോ? ഇന്ന് എൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ വചനമാണോ? അതോ ലോകമാണോ? ലോകത്തിലെ കാര്യങ്ങളാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. പലരുടെയും ജീവിതത്തിൽ ക്രമമായി നടക്കുന്ന ഒരു അധപതനമാണ്. കർത്താവിൽ ആനന്ദിച്ചു കൊണ്ടിരുന്ന പല വ്യക്തികളും പിന്നീട് കർത്താവിൽ ആനന്ദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരവസ്ഥ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നുപോയി ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ അശുദ്ധമായ ചില ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ വലിയ തകർച്ചകളിലൊക്കെ ചെന്നപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ നേഴ്സസിനെയും അതുപോലെയുള്ള മറ്റു പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, കേട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് ആത്മീയമായിട്ട് നിലനിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലും അസ്വസ്ഥതകളിലൊക്കെ പെട്ടുപോയി കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് എളുപ്പത്തിൽ ഈ മേഖലയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ സാധിക്കുന്ന ഒരു വലിയ ദൈവാനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നുള്ള പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കലും. അത് ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ ആനന്ദങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നേടാനുള്ള ശക്തിയും അതോടൊപ്പം കർത്താവിൽ ആനന്ദിക്കാനുള്ള കൃപയിലേക്ക് കടന്നു വരാനുള്ള ഒരു അഭിഷേകവും പരിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള പ്രാർത്ഥനയും അതോടൊപ്പം പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചും അപ്പത്തിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് പഠിപ്പിക്കുക. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ പ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ജീവന് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരമാണ്. ഈ അപ്പത്തെ സ്നേഹിക്കുകയും ഈ അപ്പത്തെ സ്വീകരിക്കുകയും ഈ അപ്പത്തിൻ്റെ അരികിലിരിക്കുകയും ചെയ്യുന്നവർക്ക് ജീവൻ്റെ സമൃദ്ധിക്ക് എതിരായിട്ട് ജീവിതത്തിൽ ഉള്ള എല്ലാ മേഖലകളിൽ നിന്നും വിടുതലും സൗഖ്യവും കർത്താവ് നൽകുമെന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവ് നൽകുന്നൊരു വലിയ വാഗ്ദാനമാണത്. യേശുവാകുന്ന ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിൽ വരുന്നവരിൽ നിന്ന് കർത്താവ് വിശപ്പുകൾ എടുത്തു മാറ്റും, ദാഹങ്ങൾ എടുത്തു മാറ്റും.
എന്ത് വിശപ്പാണ്, എന്ത് ദാഹമാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്നേഹമുള്ളവരെ, എന്തെങ്കിലും ഭക്ഷിക്കുന്നതിനുള്ള ഒരു വിശപ്പോ ദാഹമോ മാത്രമല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്ന ഒത്തിരിയേറെ ദാഹങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്ന ഒത്തിരിയേറെ വിശപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ദാഹങ്ങൾക്കും വിശപ്പുകൾക്കും കർത്താവിൻ്റെ ഈ അപ്പത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം സ്വീകരിക്കാനും വിടുതൽ സ്വീകരിക്കാനും സാധിക്കും. അതാണ് ഈശോയുടെ വാഗ്ദാനം. അതാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. സ്നേഹമുള്ളവരെ, ഈശോ വാസ്തവത്തിൽ 6-ാം അധ്യായത്തിൽ 37-ാം തിരുവചനത്തിൽ വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന്. വാസ്തവത്തിൽ ഈശോ ഈ ഒരു വലിയ വാഗ്ദാനം നൽകുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ കൺവെൻഷൻ വേദികളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വചനമാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എന്നാൽ ഈശോ ഈ വാഗ്ദാനം നൽകുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ നമുക്കത് പിടികിട്ടും. ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചും അപ്പത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ള കാര്യം. സ്നേഹമുള്ളവർ, ഇവിടെ ഈശോയുടെ വാഗ്ദാനമാണ് എല്ലാ വിശപ്പുകളിൽ നിന്നും ദാഹങ്ങളിൽ നിന്നും ഈശോ വിടുതൽ നൽകും എന്നുള്ള കാര്യം. എന്താണ് വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രത്യേകത? വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് വിശപ്പ് അനുഭവപ്പെട്ടാൽ, ദാഹം അനുഭവപ്പെട്ടാൽ ആ വ്യക്തിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രത്യേകത, അത് എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് ലീഡ്സ് ടു ആൻ ആക്ഷൻ. നമ്മളെ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വിശപ്പ് അനുഭവപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ ദാഹമുണ്ടായി എന്തെങ്കിലും കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ടാകും. അതാണ് വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രത്യേകത. ഇറ്റ് ലീഡ്സ് ടു ആൻ ആക്ഷൻ. എപ്പോഴും നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ അത് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുക, സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം, മൈനസ് സെമിനാരിൽ പഠിക്കുന്ന കാലം, ആദ്യ ഘട്ടങ്ങളിൽ ആദ്യത്തെ 2-ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു, 15-16 വയസ്സൊക്കെ ഉള്ള പ്രായം. അപ്പം ഞങ്ങളുടെ സെമിനാരിൽ ഒരു ദിവസം അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു, ഉപവാസമായിരുന്നു, ഒരു വെള്ളിയാഴ്ച ദിവസം. നമ്മൾ അന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ഫാസ്റ്റിംഗ് ആണ്, നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഡോർമെട്രി കിടക്കുന്ന സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഒരു അരമണിക്കൂർ സമയം വിശ്രമമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ കൂടെ അന്ന് പഠിക്കാനുണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം അച്ഛനായില്ല, അദ്ദേഹം പിന്നീട് സെമിനാരിൽ നിന്ന് പോയി. ആ സുഹൃത്ത്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ട്, മരുന്നൊക്കെയുള്ള രോഗികൾക്ക് ഉള്ള ഡിസ്പെൻസറി ഉണ്ട്. ആ ഡിസ്പെൻസറിയിലേക്ക് കയറി. അദ്ദേഹം ആ ഡിസ്പെൻസറിയിലേക്ക് കയറി ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു 4-5 കവിൾ ചുമയുടെ മരുന്നെടുത്ത് അദ്ദേഹം കുടിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് നല്ല പനിയും ചുമയൊക്കെ ആയിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല പനിയും ചുമയും ഉണ്ടല്ലേ, ഇത്രയും മരുന്ന് കഴിച്ചത്? അപ്പോൾ ആ കുട്ടി എന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, പനിയും ചുമയൊന്നും എനിക്കില്ല, ഞാൻ കരുതി ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമല്ലേ എന്തെങ്കിലും വയറ്റി കിടക്കുന്നത്, അതുകൊണ്ട് എടുത്ത് കുടിച്ചതാന്ന് പറഞ്ഞു. വാസ്തവത്തിൽ സ്നേഹമുള്ളവർ, ഇതാണ് ഈ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പ്രത്യേകത. വിശപ്പും ദാഹവും വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മളെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും, എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് മനസ്സിൻ്റെ വിശപ്പിൻ്റെയും പ്രത്യേകത, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിശപ്പുകളുടെയും പ്രത്യേകത. അപ്പോൾ ഈശോ എൻ്റെ അടുക്കൽ വരുന്നവന് അവരിൽ നിന്ന് വിശപ്പുകൾ, ഈ ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിൽ വരുന്നവരിൽ നിന്ന് വിശപ്പുകൾ, ദാഹം എടുത്തു മാറ്റും എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു വാഗ്ദാനമുണ്ട്. നമ്മളെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിശപ്പുകൾ, ദാഹങ്ങൾ, മനുഷ്യജീവിതം കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഈ ജീവൻ്റെ അപ്പത്തിന് വിടുതൽ നൽകുവാൻ ഈ ജീവൻ്റെ അപ്പത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിശപ്പുകൾ, സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അംഗീകാരത്തിന് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അല്ലെങ്കിൽ നല്ല വാക്കുകൾക്ക് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് ഒരു നല്ല അംഗീകാരത്തിനും സ്നേഹത്തിനുമുള്ള വാക്കുകൾക്ക് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ദാഹമാകട്ടെ, ഈ മേഖലയിലൊക്കെ കർത്താവിന് നമ്മളെ സുഖപ്പെടുത്തുവാനും അനുഗ്രഹിക്കാനും സാധിക്കും. അപ്പോൾ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പലർക്കും നന്മകൾ കൊടുക്കാൻ, സൗഖ്യം കൊടുക്കാൻ, അഭിഷേകം കൊടുക്കാൻ, നല്ല സ്നേഹം കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നേഴ്സസ് ആയിട്ടുള്ള ഓരോ വ്യക്തിയും, ഓരോ മകനും മകളും. കർത്താവിൻ്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പാണത്. സ്നേഹം നൽകാൻ, ആശ്വാസം നൽകാൻ, സൗഖ്യം നൽകാൻ, സന്തോഷം നൽകാൻ, ഒരു കൂട്ടായിരിക്കുവാൻ കർത്താവിൻ്റെ വലിയൊരു വിളിയാണ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. അതൊരു ശുശ്രൂഷയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലില്ലാത്ത സ്നേഹം,
എൻ്റെ ഹൃദയത്തിലില്ലാത്ത വിശുദ്ധി, എൻ്റെ ജീവിതത്തിലില്ലാത്ത നന്മ, എൻ്റെ ജീവിതത്തിലില്ലാത്ത ഒരു കാര്യവും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നതിലൂടെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്നതിലൂടെ, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കും. കേട്ട കാര്യങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ അകന്നു പോകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കർത്താവിൽ ആനന്ദിച്ച് കേട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാനും കൂടുതൽ ശക്തി പ്രാപിക്കാനും നമുക്ക് സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസിനും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പ് നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ ആനന്ദിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കഴിയുന്ന എല്ലാ നേഴ്സസിനും കർത്താവെ അതിൽ നിലനിൽക്കാനും വളരാനുമുള്ള കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കർത്താവിൽ ആനന്ദിക്കാൻ കഴിയാതെ ലോകത്തിലും ശരീരത്തിലും ആനന്ദിച്ച് കഴിയുന്ന, കേട്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന നേഴ്സസ് ഉണ്ടെങ്കിൽ ഈശോയെ അവരെ വീണ്ടും കേട്ട കാര്യങ്ങളിലേക്ക്, ആത്മീയ ഉണർവിൻ്റെ അഭിഷേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് ഈശോയുടെ അരികിലേക്ക്, പരിശുദ്ധ കുർബാനയിലെ അരികിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവെ ഈ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊന്നു ചേർന്ന് ഈ ലോകത്തിലുള്ള എല്ലാ നേഴ്സസിനും വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള വസ്തുക്കളിലോ വ്യക്തികളിലോ മാത്രം ആനന്ദിക്കാതെ അത് നമുക്കായി തന്ന കർത്താവിൽ ആനന്ദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്ന ബിജുവച്ചനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം കേട്ടതും അറിഞ്ഞതുമായ ദൈവിക കാര്യങ്ങളിൽ നിന്ന് നാം അകന്നു പോകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നതും പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ വരുന്നതുമെല്ലാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിലനിൽപ്പിനായുള്ള വരം ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ വിട്ടുപിരിയാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇടവരുത്തരുതേ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വരെയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.